മൂന്നാളുണ്ടെങ്കിൽ രണ്ടാൾ ഒന്നിച്ച് ഇരുന്നിട്ട് വർത്താനം പറഞ്ഞാൽ പോരാ. എന്റെ സ്വഭാവം ഞാൻ ഒറ്റക്കാണ് അധികം ഇരിക്കുക, കൂടെയുള്ളവർ വേറെ ഇരിക്കാൻ പറയും. എന്നാലെന്താ, വേറെ പുതിയ ഒരു ഗസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ അയാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെ പരിചയക്കാരൻ കൂടുമല്ലോ, സംസാരിക്കാൻ സമയം കിട്ടുമല്ലോ. ആ നിലക്ക് എപ്പോഴും ഞാൻ വിദ്യാർത്ഥിയോട് പറയുന്ന ഒരു ഉപദേശമാണ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം. ട്രെയിനിലും ബസ്സിലും ഒക്കെ എല്ലാവരും കൂടി ഒരു സീറ്റിൽ ഇരിക്കരുത്, ഓരോരുത്തരും വ്യത്യസ്ത സീറ്റിൽ ഇരിക്കണം. അപ്പൊ അവിടെയുള്ള യാത്രക്കാരെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. അവർക്ക് ഇസ്ലാമിന്റെ മെസ്സേജ് ആ യാത്രക്കിടയിൽ ഒരു മെസ്സേജ് കൊടുത്താൽ മതി, അത് പിന്നീട് അവർ ചിന്തിച്ച് ആ വഴിക്ക് വന്നോളും. അങ്ങനെ അൽഹംദുലില്ലാ പട്ടാമ്പി എത്തി. കുറെ കാര്യങ്ങൾ ബൈബിളും മറ്റൊക്കെ സംസാരിച്ചിങ്ങനെ പട്ടാമ്പി എത്തി. അപ്പൊ അന്ന് ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് കുറെ ആൾക്കാർ കയറി. അന്ന് പുരാമന്തോട് പാലം പുതുക്കി പണിയിട്ടില്ല, അവിടെ ഭയങ്കര കട്ടെ. വണ്ടി ഒന്ന് കൂടുതലങ്ങ് ചാടിയേക്ക് 4-5 ഛർദിച്ചു. എന്റെ കൂടെ ഇരിക്കുന്ന അച്ഛന്റെ മടിയിൽ അവരാണ് ഛർദിച്ചത്. എന്റെ ഭാമേരും കുറച്ച് കുറിച്ചു. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, വല്ലാതെ കഷ്ടമായി പോയല്ലോ, ഇനി എന്താ ചെയ്യാ, വൃത്തികളായി ഇതൊന്ന് ലോഹ വേറെ ഉള്ള ബാഗിൽ വേറെ ലോഹയില്ല. ഞാൻ പറഞ്ഞപ്പോ നമ്മൾ ബന്ധമണ്ണ് എത്തിയിട്ട് കഴുകാ വൃത്തിയാക്കാം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഇപ്പം പറഞ്ഞു. ഞാൻ ചോദിച്ചു, അച്ഛോ ഇന്ന് എന്തോ ഒരു വിശേഷ ദിവസമാണ്, എന്താ വെച്ചാ? ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. ഓ, അതായിരിക്കും ആൾക്കാരൊക്കെ മദ്യപിച്ച് വണ്ടി കയറിയത്. അതായിരിക്കും ആൾക്കാരൊക്കെ മദ്യപിച്ച് വണ്ടി കയറിയത്. ഈ ഭാഗത്തുനിന്ന് അങ്ങനെ സാധാരണ വണ്ടി കയറാൻ മദ്യപാനികളും വണ്ടി കയറാറില്ല. ഇന്നിപ്പോ മാസമായിട്ട് കുടിച്ച് കയറിയതായിരിക്കും. അപ്പൊ അയാളാകെ 4 അച്ഛന്മാരുണ്ട് കൂടെ, 2 മുന്നിലും 2 കൂടെയാണ്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോ ആദ്യത്ത് അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചു, അച്ഛൻ ഈ മദ്യപാനത്തെ പറ്റി ബൈബിൾ എന്താ പറയുന്നത്, ക്രിസ്തുക്കൾ എന്താ പറയുന്നത്? മദ്യപാനം ഒരു വൃത്തികെട്ട ജോലിയാണ്, ഇപ്പം മനസ്സിലായല്ലോ. കാരണം അങ്ങയുടെ കന്തൂരയിൽ പിന്നെ മദ്യപാനി ഛർദിച്ചതോടുകൂടെ അങ്ങ് ഭയങ്കര വിമിഷ്ടം പ്രകടിപ്പിച്ചു. ഓ, കഷ്ടമായി പോയി, എന്ത് ചെയ്യും, അസ്വസ്ഥത. അപ്പൊ അങ്ങയെ അസ്വസ്ഥതപ്പെടുത്തിയത് ആ ഒരു മറ്റൊരാളുടെ മദ്യപാനാണ്. ഇത്രയും മനുഷ്യനെ അസ്വസ്ഥതപ്പെടുത്തുന്നതും അരാജകത്വം ഉണ്ടാക്കുന്നതുമായ വൃത്തികെട്ട മദ്യപാനത്തെ പറ്റി ബൈബിൾ എന്ത് പറയുന്നു? മറുപടിയില്ല. കുടുങ്ങി, മറുപടിയില്ല. മുന്നിൽ അച്ഛന്മാരോട് നിങ്ങളെ പറയണം, എന്താ നമ്മളിത് തർക്കിക്കല്ല, സംഭവം ഉണ്ടായപ്പോ പറയുന്നുള്ളൂ. ബൈബിളെല്ലാം പറയണ്ടോ? അപ്പൊ വേറെ ഒന്നും പറയില്ല, ബൈബിളൊന്നും പറയുന്നില്ല. ഓരോരുത്തവാ ബൈബിളിൽ പറയുന്നുണ്ട്, എന്തോന്ന് പറയുന്നുണ്ട് എന്നോ. അല്ല, പറയുന്നത് നിങ്ങൾ ബൈബിള് പഠിച്ചവരല്ലേ, ബൈബിള് ബൈഹാർട്ടാക്കിയിട്ടാണ് നിങ്ങൾ അച്ഛൻ പട്ടം കിട്ടുന്നത്. അപ്പൊ എവിടെയുള്ളത് പറയൂ? ഇല്ല. അങ്ങനെ പറഞ്ഞ അവസാനം ബൈബിളിലൊന്നും പറയാനോ കഴിഞ്ഞില്ല. അള്ളാഹു തോഫീ കൊണ്ട് മലപ്പുറത്ത് ഞാൻ ബസ് ഇറങ്ങാ. ഞാൻ അവർക്കൊക്കെ കാർഡ് കൊടുത്തു, നിങ്ങൾ ബന്ധപ്പെടി ഈ ചോദ്യത്തിന് മറുപടി കണ്ടെത്തുകയാണെങ്കിൽ. അപ്പൊ കണ്ണൂരിലേക്കാണ് അത് പോകുന്നത്. ആ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു അച്ഛൻ എന്നെ വിളിച്ചു, നമ്പർ കൊടുത്ത് മൊബൈൽ നമ്പറിൽ വിളിച്ച് എന്നോട് പറഞ്ഞു, സാർ അന്ന് പട്ടാമ്പിയിൽ വെച്ച് മദ്യപാനികൾ കയറി കന്തൂരയിൽ നമ്മളെ ലോഹയിൽ ഛർദിച്ചു പോയി. എന്റെ ലോഹയിലാണ് ഛർദിച്ചത്. അപ്പൊ സാർ അങ്ങനെ മദ്യപാനത്തെ പറ്റി ചോദിച്ചല്ലോ, അതിനെ പറ്റി ഞാൻ പഠിച്ചു. ബൈബിളിലോ ക്രിസ്തു മതത്തിലോ മദ്യപാനം നിഷിദ്ധമാണെന്ന് പറയുന്ന ഒരു രേഖയില്ല. മാത്രമല്ല, ഞങ്ങളെ മതത്തിൽ നവജാത ശിശുവിന് ജനിച്ച കുട്ടിക്ക് ആദ്യം കൊടുക്കുന്നത്, നമ്മളൊക്കെ കൊടുക്കണ്ട, തേന്. ആദ്യം കൊടുക്ക തേന. ഗഡ്കത്തിന്റെ ആശുപത്രിയിൽ തേന്റെ കുപ്പി ഇങ്ങനെ നിരത്തി വെച്ചേക്കാ, പിന്നെ പ്രസവാർഡിൽ. കുട്ടിക്ക് ആദ്യം കൊടുക്ക തേന. അവിടെ വാങ്ങാനും കിട്ടും തേനും. ആദ്യം കൊടുക്കത്തേന. അത് ഹിന്ദുക്കളെ കുട്ടികളെ വെച്ചാൽ ഇൻഷാല്ലാഹ് ഞങ്ങൾ കൊടുക്കാറുണ്ട് തേന്. ഇവർ കൊടുക്കുക കള്ളോ, പിന്നെ വീഞ്ഞ. ക്രിസ്ത്യാനി കൊടുക്കുക വീഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം കൊടുക്കുന്നത് വീഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഈ ലഹരി, ആദ്യത്തെ ടേസ്റ്റ് തന്നെ ലഹരി ആയതുകൊണ്ട് ആ ലഹരിയുടെ അഡിക്റ്റ്നെസ് മാറാൻ ക്രിസ്തു മതത്തിന് കഴിയില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട്. കുറച്ച് പുസ്തകം അയച്ചു തരണം. ഞാൻ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങി അയച്ചു കൊടുത്തു. അൽഹംദുലില്ലാ 6 മാസം കഴിഞ്ഞ് അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ പെട്ടിയും ബാഗും ഒക്കെ എടുത്ത് ലോഹയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് പോരുകയാണ്. പെട്ടിയും ബാഗൊക്കെ എടുത്ത് ലോഹ തിരിച്ചു കൊടുത്ത് ചർച്ച കൊടുത്തിട്ട് ഞാൻ പോരുകയാണ്. അപ്പൊ ലോഹ തിരിച്ചു കൊടുക്കുമ്പോ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ലോഹ തിരി. അപ്പൊ അത് ലോഹ മാത്രല്ല, ലോഹയുടെ കൂടെ കുരിശും തിരിച്ചു തരാം. ലോഹ മാത്രമല്ല, ലോഹയുടെ കൂടെ കുരിശും തിരിച്ചു തരാം. ഞാൻ ഈ മതം ഒഴിവാക്കി മറ്റൊരു മതം സ്വീകരിക്കാൻ പോവുകയാണോ എന്ന് പറഞ്ഞു പോന്നു. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, അന്നൊരു മൗലവി ബസ്സിൽ നമ്മളോട് മദ്യപാനത്തെ പറ്റി വിധി ചോദിച്ചല്ലോ, അത് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് കഴിയാത്തതോട് ഞാൻ ആ വിധിയുള്ള മതത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾ പഠിച്ചോളൂ, ആ വിധിയുള്ള മതത്തിലേക്ക് വന്നോളൂ എന്നും പറഞ്ഞ് അദ്ദേഹം പോരും. കോഴിക്കോട് വന്നു. അൽഹംദുലില്ലാഹ് റിഫാദിൽ വന്ന് ഫറാഖ് കൊണ്ടുപോയി 2 ദിവസം താമസിച്ച് ഇസ്ലാമിനെ കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെ തീർത്തു കൊടുത്തു. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുസ്ലിമായി. എത്ര അനുഭവങ്ങളാണ്.
കോഴിക്കോട് സംസ്കൃതം കോളേജിൽ പഠിക്കുന്ന ഒരു സംസ്കൃത കോളേജിലെ കമ്പ്യൂട്ടർ പ്രൊഫസർ, ഒരു പെൺകുട്ടി, തളിപ്പറമ്പ് അടുത്ത ഒരു ഹിന്ദു ഏരിയയിലെ കണ്ണൂർ ജില്ലാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ മോള്. ഒരൊറ്റ പെൺകുട്ടിയാണ് അച്ഛനും അമ്മയ്ക്കുള്ളത്. 5-6 ബസ്സും സൗകര്യമൊക്കെ ഉള്ള വീട്. ആ കുട്ടി ഒരു തന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, സാറേ ഈ പ്രപഞ്ചത്തിന്റെ വേൾഡിന്റെ ആദ്യത്തെ അവസ്ഥ എന്താണ്, അതിനെപ്പറ്റി ഖുർആൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന്. ഈ വേൾഡിന്റെ ഫസ്റ്റ് ഘട്ടത്തെ കുറിച്ച് ഖുർആൻ വല്ലതും പറയുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആകാശവും ഭൂമിയും ഒക്കെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഗ്ലോബ് പോലെയായിരുന്നു. പിന്നെ പത്തക്കനാഹുമ, ആ ഗ്ലോബിനെ ഞാൻ വിഭജിച്ചു. അങ്ങനെ ലോകത്ത് വ്യത്യസ്ത മേഖലകളിൽ ഗ്ലോബിന്റെ കഷ്ണങ്ങളെ നിർത്തി. അതിലൊരു കഷ്ണം ഭൂമി, ഒരു കഷ്ണം ചന്ദ്രൻ, ഒരു കഷ്ണം ചൊവ്വ, മറ്റൊരു കഷ്ണം സൂര്യൻ, ഇങ്ങനെ വ്യത്യസ്ത ഗോളങ്ങളും വസ്തുക്കളുമായി ഭിന്നിപ്പിക്കപ്പെട്ടതാണ് എന്ന് ഖുർആൻ പറയുന്നു. ഉടനെ ആ പെണ്ണ് ബാഗ് തുറന്നിട്ട് എനിക്ക് ഇത് കാണിച്ചു തരാം. അപ്പൊ ഇത് ഞാൻ അതിന് ഒരു കൊല്ലം മുമ്പ് ദുബായിൽ പിന്നെ IPC ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടറിലൂടെ കണ്ടതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇതായിരുന്നു ആദ്യത്തെ അവസ്ഥ എന്ന് അമേരിക്കയിൽ നിന്ന് ആള് സൈക്കിലൂടെ തന്നതാ. ആ കൂടുതൽ അറബി വേർഡും ഉണ്ട് സാറേറും. അതെന്താ നോക്കുമ്പോ ഞാൻ പറഞ്ഞ കാനത്താറത്തക്കൻ അതന്നെ ഞാൻ പറഞ്ഞത്, ഇതേ അതന്നെ വാക്കന്നെ അത്, കാനത്താറത്തക്കൻ ഫത്തക്കനാഹുമ. അതോടനുബന്ധിച്ച് ഭൂമിയുടെയും അതുപോലെ ആകാശത്തിന്റെയും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന 2-3 ആയത്തുകളും ആ കടലാസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടി സംസാരിച്ചു. തൽക്കാലം കുറെ 1 മണിക്കൂർ 1.5-2 മണിക്കൂറോളം കാര്യങ്ങൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ ക്രിസ്ത്യൻ കോളേജിലാണല്ലോ കോഴിക്കോട്, അവിടെ ലൈബ്രറി ഖുർആന്റെ പരിഭാഷകളുണ്ടോ എന്ന് പരിശോധിക്കൂ. ഉണ്ടെങ്കിൽ ഈ ആയത്ത് നമ്പർ എഴുതി കൊടുത്തു. ആ ആയത്ത് നമ്പറിൽ ഖുർആൻ പരിഭാഷ എന്താ പറഞ്ഞത് പഠിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ പെൺകുട്ടി പിറ്റേ ആയിഷ എന്നെ വിളിച്ചു. ഞാൻ ലൈബ്രറി ആകെ പരതി 9 ഖുർആൻ പരിഭാഷ ഉണ്ട്. കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന്റെ ലൈബ്രറിയിൽ ഇംഗ്ലീഷിലുള്ള 9 ഖുർആൻ പരിഭാഷ ഉണ്ട്. ഒക്കെ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർ എഴുതിയതാണ്. വളരെ വികൃതമായ രൂപത്തിലാണ് അതിനൊക്കെ വ്യാഖ്യാനങ്ങൾ നൽകിയിരിക്കുന്നത്. നിങ്ങളാ പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു വ്യാഖ്യാനം കാണാനില്ല. അങ്ങനെ ഞാൻ വീണ്ടും വരുത്തി ഖുർആൻ നേരിട്ട് മറിച്ച് കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, മനസ്സിലാക്കി. അപ്പൊ ആള് പറഞ്ഞത് ഉൾക്കൊള്ളണം. ഞാൻ പറഞ്ഞ പോരാ, ഇസ്ലാമിന്റെ മറ്റു കാര്യങ്ങൾ ഖുർആനും അത് മാത്രമൊന്നല്ല പറയണത്. 6666 ആയത്തുകളിൽ ജീവിതം മുഴുവനും പകർത്തി തരുന്നുണ്ട് ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ വളരെ വിശദമായി മനസ്സിലാക്കണം. ഖുർആൻ പരിഭാഷ കൊടുക്കാൻ പറ്റി നമ്മുടെ കയ്യിലില്ല. ഖുർആൻ പരിഭാഷ കൊടുത്താൽ പെട്ടു, കഴിഞ്ഞു കഥ. ഇതാ ഖുർആൻ അത് അള്ളാഹു സമദ് വലം കുഫുവൻ അഹദ്. അതിന്റെ പരിഭാഷ വായിച്ചപ്പോ എന്താ മനസ്സിലാവുക? ഫാത്തിഹ സൂറത്തിന്റെ പരിഭാഷ വായിച്ചാൽ എന്താ മനസ്സിലാവുക? ഞങ്ങളൊരു പരിഭാഷ തയ്യാറാക്കി അവസാനം പ്രസിദ്ധീകരിക്കണ്ടെന്ന് പറഞ്ഞു വെച്ചു. ഖുർആൻ പരിഭാഷ ഒരിക്കലും മലയാളത്തിൽ അതിനുള്ള കഴിവില്ല. പിന്നെ കൊടുക്കാൻ പറ്റിയ പരിഭാഷ ഉള്ളത് ഉറുദുവില. കൊടുക്കാൻ പറ്റിയ ചില പരിഭാഷകൾ ഉറുദുവില. പക്ഷെ ഈ നമ്മളെ മലയാളികളായ മുസ്ലിങ്ങൾക്ക് ഉറുദു ഒറ്റ അറിയില്ല. എന്ത് ചെയ്യും? ഖുർആനെ കുറച്ചെങ്കിലും ടച്ച് ചെയ്യാനുള്ള ഒരു ഭാഷ, കഴിവുള്ള ഭാഷ ഉറുദുവാണ്, അറബിയെ. അതുകൊണ്ട് ഉറുദു പരിഭാഷ കൊടുക്കാം. മലയാളത്തിൽ പരിഭാഷ എഴുതിയിട്ട് വെച്ചിരിക്കുക. അഹമ്മദ് കുട്ടി ശോഭനും ഞാനും ഒക്കെ പാടെ എഴുതി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രസിദ്ധീകരിക്കാൻ മടിച്ചിരിക്കുക. പലരും ചോദിക്കുന്നുണ്ടെങ്കിലും പോരാ. 8ഓ 9ഓ പരിഭാഷ മലയാളത്തിലുണ്ട്. ഒരു പരിഭാഷയും കൊടുത്താൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളാം. ഇതാ ഇസ്ലാം എന്ന് ചോദിക്കും. കഴിഞ്ഞു. ഇതാണ് അവസ്ഥ അല്ലേ കുട്ടി? അങ്ങനെയാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ പിന്നെ 2 മാസം കഴിഞ്ഞ് ആ പെൺകുട്ടി ഒരു ഫാർമസിസ്റ്റിന്റെ കൂടെ വന്നു. കോഴിക്കോട് നിന്നൊരു മെഡിസിൻ വാങ്ങുമ്പോൾ ഒരു ഫാർമസിസ്റ്റിനോട് ഇത് ചോദിച്ചത്രേ. അപ്പൊ ആ ഫാർമസിസ്റ്റ് നിങ്ങൾ BMKBCയിലായിട്ടാണ് ബന്ധപ്പെട്ടാൽ മതി. വേറെ ഫാർമസിസ്റ്റ് അക്ബറുമായിട്ട് ഡോക്ടർ അക്ബറുമായിട്ട് ബന്ധപ്പെട്ടാലും മതി. അപ്പോൾ ആദ്യം അക്ബറിന്റെ അടുത്ത് പോയി. അക്ബറിനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അക്ബർ കാര്യമായി മറുപടി പറഞ്ഞിട്ടൊന്നും ഇയാൾക്ക് മനസ്സിലായില്ല. പിന്നെ എന്നോട് വന്നത് തന്നെ അക്ബറിട്ട് കഴിഞ്ഞ ആഴ്ച പോയിരുന്നു, എനിക്കൊന്നും ഡൗട്ടൊന്നും മനസ്സിലായില്ല സാറേ, അതുകൊണ്ട് കുറെ ഡൗട്ട് ഉണ്ട്. ആയിക്കോട്ടെ വരി. ഫറോക്കിൽ വന്നു. 3 മണിക്കൂർ നേരം ഞാൻ സംസാരിച്ചു. ഒരക്ഷരവും അവർ മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, നീ ഡൗട്ട് ചോദിക്കാൻ വന്നാളെ ചോദിക്കും. ഉറപ്പ് എനിക്ക് ഡൗട്ടൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ ഈ ഡൗട്ടൊന്നുമില്ല. ഞാനെന്താ വേണ്ടത്? ഞാൻ മതം മാറാൻ തീരുമാനിച്ചു. പെട്ടെന്ന് മതം മാറാൻ പറ്റൂല. ഞാൻ അച്ഛനെ വിളിക്കുകയാണ്. അച്ഛനെ വിളിച്ച് അച്ഛനോട് എന്തായിട്ടും അച്ഛൻ ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. എന്നിട്ട് എന്റെ കയ്യിൽ ഒരാളിത് ഫോൺ കൊടുക്കുക. ഞാൻ അച്ഛൻ സംസാരിച്ചു. അച്ഛനോട് നിങ്ങളെ ഏക മകളാണ് അവർ പറഞ്ഞു. അവരും ഇങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറാണ്. കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറാണ്.
അവർ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി 2 മാസമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്നിട്ട് വന്നിരിക്കുകയാണ്. എന്ത് വേണം? അച്ഛൻ പറഞ്ഞ മറുപടി ഉണ്ടോ? രസാ, സ്വീകരിച്ചോട്ടെ, ഓൾ സത്യം മനസ്സിലാക്കിയതല്ലേ, അത് സത്യം തന്നെ എനിക്കും അറിയാം, സ്വീകരിച്ചോട്ടെ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ പർദ്ദ ധരിച്ച് വരാൻ പാടില്ല, വേറെ ഡിമാൻഡ് ഒന്നുമില്ല. ഇങ്ങോട്ട് വരുമ്പം പർദ്ദയും ധരിച്ച് വരാൻ പാടില്ല, വേറെ ഡിമാൻഡ് ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ഇസ്ലാമിന്റെ വേഷം അംഗീകരിക്കണ്ടേന്ന് വെച്ചാൽ കോഴിക്കോട് ഓൾ അംഗീകരിച്ചോട്ടെ, ഇങ്ങോട്ട് വരുമ്പോൾ വേണ്ടാന്നുള്ളൂ, ഞങ്ങൾക്ക് വേണ്ട, ഓൾ അംഗീകരിച്ചോട്ടെ. പിന്നെ ആൾ തുറന്നു പറഞ്ഞു 10 കിലോമീറ്ററിനൊക്കെ ഒരൊറ്റ മുസ്ലിമും ഇല്ല. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ജീവിക്കുന്നത്. ഇവിടെ നല്ല ശതമാനവും BJP-ക്കാരും കുറെ ഞങ്ങളുടെ DYFI-ക്കാരുമാണ് ഉള്ളത്. അപ്പൊ എന്റെ മോള് പർദ്ദ ധരിച്ച് വീട്ടിലേക്ക് വരുന്നത് കണ്ടാ BJP-ക്കാർ എന്തെങ്കിലും ശല്യം ഉണ്ടാക്കും. അതുകൊണ്ടാണ് സാറേ. ഓക്കെ, മനസ്സിലായി, ശരി. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ പർദ്ദ ധരിക്കേണ്ട സാധാരണ വേഷത്തിൽ തന്നെ പോയാൽ മതി. അൽഹംദുലില്ലാ, ഞാൻ പോയത് 2 ആഴ്ച മുമ്പ് വെറുതെ പഴയ ഫയലൊക്കെ വിളിച്ച വിളിച്ച പോലെ പറഞ്ഞു, സാറേ പ്രസവിച്ച് കിടക്കുകയാണ്, വീട്ടിൽ തന്നെയാണ്, ഭർത്താവ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ കുറ്റിപ്പുറത്തുകാരൻ നേരത്തെ വന്ന ആ ഫാർമസി പരിചയപ്പെടുത്തിയ ആ ഫാർമസിസ്റ്റുകാരനൊക്കെ ഒരു കല്യാണം ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നിക്കാഹ്. മലപ്പുറം ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണ്. മുസ്ലിം പാരമ്പര്യത്തിൻ്റെ മഹിതമായ മാതൃകകൾ നൽകിയ മണ്ണാണ്. സാംസ്കാരിക പൈതൃകങ്ങളുടെ ചിഹ്നങ്ങൾ ഒട്ടേറെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മണ്ണാണ്. പക്ഷേ അറിവ്, വിജ്ഞാനം ധ്രുവീകരിക്കുകയും മതപഠനം ഒരു വിഭാഗത്തിനും പൊതുപഠനം മറ്റൊരു വിഭാഗത്തിനുമായി ഓഹരി വെച്ച് കൊടുക്കപ്പെടുകയും ചെയ്തു. സത്യത്തിൽ ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണത്. ഈ ദുരന്തം ഇവിടെ ഉണ്ടാക്കി തീർത്തത് ബ്രിട്ടീഷ് സാമ്രാജ്യ അധിപന്മാരും പണ്ഡിതന്മാരുമാണെന്നതിൽ തർക്കമില്ല. മലപ്പുറം ജില്ലയിൽ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ, കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ തുടങ്ങിയ മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർ ദർസ് നടത്തിയ പള്ളിയുടെ മുകളിൽ നിന്നു അകലെ കിടക്കുന്ന നക്ഷത്രങ്ങളോട് കഥ പറയുകയും ഹാലി നക്ഷത്രത്തെ നേരിട്ട് കാണുകയും ചെയ്ത വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ. അത്തരം പൊതുരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിവേചനമില്ലാതെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമുള്ള മലപ്പുറം ജില്ല ഈ നൂറ്റാണ്ടിൽ എന്തുകൊണ്ടോ പിന്നോക്കം നിന്ന് പോയി. അതിൻ്റെ പരിഹാരമാണ് മഅ്ദിനിലൂടെ മുസ്ലിം സമൂഹം നേടിയെടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിൻ്റെ ദൃഢമായ തീരുമാനങ്ങളും ലളിതമായ സമീപനങ്ങളും സമൂഹത്തെ ആകർഷിക്കുകയും സമൂഹത്തിൻ്റെ പിന്തുണ നൽകാൻ സമൂഹം തയ്യാറാവുകയും നിങ്ങൾ മുന്നിൽ കാണിച്ചു തരൂ, ഞങ്ങൾ പിന്നാലെ വരാമെന്ന നിശബ്ദമായ പ്രഖ്യാപനം സമൂഹം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ വിജയമാണ് ഇൻഷാ അല്ലാഹ് നൽകുന്ന സന്ദേശം സമൂഹം ഉൾക്കൊള്ളുകയും സമൂഹത്തിന് അനിവാര്യമായ മാറ്റങ്ങൾ സമീപഭാവിയിൽ തന്നെ ലഭിക്കുകയും ചെയ്യും. ഇന്നലെ രാത്രി ഞങ്ങളൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു മഅ്ദിൻ പൂർവ്വ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം സ്പാനിഷ് ഭാഷ പഠിക്കുകയും അതിൽ PGയും MPhilഉം ഒക്കെ നേടുകയും ചെയ്തു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമായി. ഒരു പണ്ഡിതൻ, കേരളത്തിലൊരു പക്ഷേ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നവരുണ്ടാകില്ല, ഹിബ്രു ഭാഷ, സുറിയാനി ഭാഷ അറിയുന്നവരാരുമില്ലാത്തത് കൊണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇസ്രായേലി പണ്ഡിതൻ വന്നപ്പോൾ കേരളത്തിലൊട്ടാകെ അന്വേഷിച്ചു ഒരു ഹിബ്രുവോ പാരിസിയോ അറിയുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ. അവസാനം മേലാറ്റൂരിനടുത്തുള്ള ബഹുമാനപ്പെട്ട C. ഹംസ സാഹിബ് മാത്രമായിരുന്നു പാർസി ഭാഷ അറിയുന്ന ഒരു പണ്ഡിതനായി
കേരളത്തിലുണ്ടായത്. അദ്ദേഹത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുത്തുകയും ഈ ഇസ്രായേലി പണ്ഡിതന്റെ കൂടെ ഒരു മാസം ഇന്ത്യ ഒട്ടാകെ ചുറ്റിക്കറങ്ങുകയും ചെയ്തു എന്ന് മാത്രമല്ല, യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ഔപചാരികമായി പാർസി ഡിപ്പാർട്ട്മെന്റിൽ നിയമിക്കുകയും ചെയ്തു. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ ബുഖാരി ദാവാ കോളേജിൽ നിന്നൊരു വ്യക്തി സജീർ വള്ളിക്കാട് ഹിബ്രു ഭാഷ പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. സ്പാനിഷ് ഭാഷ പഠിച്ച ഒരാൾ മഅദിനിലുണ്ടെന്ന് കേട്ടപ്പോൾ ലോകത്തെ മുഴുവൻ ഭാഷകളും പഠിക്കുന്ന പണ്ഡിതന്മാർ തലപ്പാവ് ധരിച്ച, താടി വെച്ച, വെള്ളക്കുപ്പായമിട്ട, ആരുടെ മുന്നിലും ഇത് വേഷമാണ്, ഇത് സംസ്കാരമാണ്, ഇത് മതമാണ്, ഞങ്ങളുടെ ചിഹ്നമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ തൻ്റെ ഇടമുള്ള ഒരു വിഭാഗം ആളുകൾ ഇത്തരം ഭാഷാരംഗത്തും ശാസ്ത്രീയ രംഗത്തും സാമൂഹിക രംഗങ്ങളിലുമൊക്കെ ഉയർത്തെഴുന്നേൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. മിനിഞ്ഞാന്ന് ഒരു പ്രൊഫസർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുകയുണ്ടായി, ഈ കഴിഞ്ഞ നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് അത് സലഫികളുടേതും മൗദൂദികളുടേതുമൊക്കെ ആയിരുന്നു. 21-ാം നൂറ്റാണ്ട് സുന്നികളുടേതാണ്. വളരെ ബുദ്ധിജീവിയായ ഒരു പ്രൊഫസർ വിലയിരുത്തുകയാണ്, ഒരു അമുസ്ലിം പ്രൊഫസറാണ് വിലയിരുത്തുന്നത്. 20-ാം നൂറ്റാണ്ട് വഹാബികളുടേതും അതുപോലെ മൗദൂദികളുടേതുമൊക്കെയായി വ്യാഖ്യാനിക്കപ്പെട്ടു എങ്കിൽ 21-ാം നൂറ്റാണ്ട് സുന്നികളുടേതാണ്. ഞാൻ ചോദിച്ചു, എന്താണ് സാർ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, മഅദിൻ, മർക്കസ്, ഈ രണ്ട് സ്ഥാപനങ്ങൾ, മഅദിനും മർക്കസും, ഈ രണ്ട് സ്ഥാപനങ്ങൾ അത് മനസ്സിലാക്കി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ആ പണ്ഡിതന്മാരുടെ AP അബൂബക്കർ മുസ്ലിയാർ അവരുടെയും അതുപോലെ ഖലീൽ തങ്ങളുടെയും നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് സമൂഹം ചലിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ ചലനം ഒരു 10 വർഷം കഴിയുമ്പോഴേക്ക് സമൂഹം മുഴുവനും ഉൾക്കൊള്ളും, സമൂഹത്തിൻ്റെ മുഴുവൻ കൺട്രോളും ഈ സമൂഹത്തിൻ്റെ കയ്യിലേക്ക് വരും എന്നത് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഡോക്ടറേറ്റുകൾ ഇപ്പോൾ നോട്ട് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം ഡോക്ടർമാരാണ്. ഡോക്ടറേറ്റുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ ആരായിരുന്നു ഇവിടെ? PG എടുത്ത ഒരു മുസ്ലിം പണ്ഡിതൻ. സംസാരത്തിനിടയ്ക്ക് 2 വാക്ക് ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ടായിരുന്നു കരുനാഗപ്പള്ളി അബ്ദുൽ മൗലവിയും മറ്റുമൊക്കെ മുസ്ലിം സമൂഹത്തിൽ വലിയ ബുദ്ധിജീവികളാണെന്ന് പറയപ്പെട്ടത്. അതിൻ്റെ അർത്ഥം സമൂഹം ആഗ്രഹിക്കുകയായിരുന്നു വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും പഠിച്ച് ആനുകാലികമായ സമൂഹത്തിന് വിദ്യാഭ്യാസപരമായും ബുദ്ധിപരമായും നേതൃത്വം നൽകാൻ പറ്റിയ ഒരു നേതൃത്വത്തെ സമൂഹം കാത്തിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് സമൂഹത്തിന് ഇങ്ങനെയുള്ള നേതൃത്വം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളും, ഇപ്പോൾ പാലക്കാട്, കോട്ടയം, കൊല്ലം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇസ്ലാം കേട്ടുകേൾവി എന്ന് 18 വർഷം മുമ്പ് അൽ-ഇർഫാദ് മാസിക എഴുതിയപ്പോൾ ഇസ്ലാം കേട്ടുകേൾവി എന്ന് എഴുതിയപ്പോൾ പലരും വിമർശിച്ചു, കേട്ടുകേൾവിയോ? പക്ഷേ വളരെ ശക്തമായി അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചു. പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വാങ്ങി വിളിച്ച് നേരെ മദ്യഷാപ്പിലേക്ക് ഓടുന്ന ചെറുപ്പക്കാരൻ പിടിച്ചു. എന്താണ് പെട്ടെന്ന് ഓടുന്നത്? സാറേ, എൻ്റെ തൊഴിൽ അവിടെയാണ്, എൻ്റെ തൊഴിൽ അവിടെയാണ്, വീട് ഇവിടെയുമാണ്. ഇത് അച്ഛന് പണ്ട് 971, 69, 71 കാലഘട്ടത്തിൽ കേരളം 3 ഔൺസ് റേഷൻ വാങ്ങിയ സമയത്ത് ക്ഷാമം ബാധിച്ചപ്പോൾ കള്ളക്കടത്തിലൂടെ അരി കടത്താൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് ആളുകൾ വന്ന് ക്യാമ്പ് ചെയ്ത പ്രദേശമാണിത്. മലപ്പുറത്തുകാർ വന്നപ്പോൾ അവരൊരു ചെറിയ പള്ളി ഉണ്ടാക്കി അവർക്ക് നിസ്കരിക്കാൻ. അവർ 71 തിരിച്ചു പോയപ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇതാ ഈ പള്ളി നിങ്ങൾ നോക്കണം, 1/2 ഏക്കർ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഇതാ വാങ്ങിയിരിക്കുന്നു, ഇത് നിങ്ങൾ കൃഷി ചെയ്യണം, പള്ളി നോക്കണം, വാങ്ക് വിളിക്കണമെന്നും. അങ്ങനെ എൻ്റെ അച്ഛനായിരുന്നു വാങ്ക് വിളിച്ചിരുന്നത്. അച്ഛൻ മരിച്ച് 4 കൊല്ലമായി ഞാനാ വാങ്ക് വിളിക്കുന്നത്. നിസ്കരിക്കാൻ തൊഴാൻ എനിക്കറിയത്തില്ല, തൊഴുതേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ബാങ്ക് മാത്രമേ അറിയാമോ, ബാങ്ക് മാത്രം അറിയും, തൊഴുതാൻ അറിയില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ വാങ്ക് വിളിച്ചു പോകും 5 നേരവും വന്ന് എന്ന് പച്ചയായ തമിഴ് മലയാളം കലർന്നുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇത് മനസ്സിലാക്കും. അൽഹംദുലില്ലാ, അത്തരം പ്രദേശങ്ങളിലൊക്കെ
നമ്മുടെ കൊണ്ടോട്ടി ബുഖാരി ദേവ കോളേജിലെയും അതുപോലെ പാലായി ഹിദായയിലെയും അതുപോലെ രണ്ടത്താണി നുസ്രത്തിലെയും മഅദിനിലെയും ഒക്കെ വിദ്യാർത്ഥികൾ കയറി ചെന്ന് ഇസ്ലാമിക പ്രബോധന ദഅവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ആഴ്ച ജിദ്ദയിൽ നിന്ന് നമ്മുടെ പ്രവർത്തകന്മാർ വിളിച്ചു പറഞ്ഞു, ഒരു പഞ്ചായത്തിന് ഞങ്ങൾ സ്പോൺസർ ചെയ്തോളാം, ഏത് പഞ്ചായത്താണ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് അറിയിക്കണമെന്ന്. അപ്പോൾ സമൂഹത്തിന് നമ്മൾ നന്മ കാണിച്ചു കൊടുത്താൽ നന്മയുടെ വഴിക്ക് പണം തരാനും ആളെ തരാനും അറിവ് തരാനും സഹായങ്ങൾക്ക് നൽകാനും പിന്തുണയേകാനും ഒക്കെ നമ്മുടെ സമൂഹം തയ്യാറാണ്. അതുകൊണ്ട് ദഅവാരംഗത്തും അങ്ങനെയുള്ള സാമൂഹിക രംഗത്തും സാമ്പത്തിക മേഖല, മിനിഞ്ഞാന്ന് മറ്റൊരു ഡോക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കും പറഞ്ഞു, എല്ലാം ഓക്കെ, പക്ഷേ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി ഇന്ന് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായൊരു വ്യവസ്ഥിതിയാണ്. 560ഓളം ഇസ്ലാമിക് ബാങ്കുകൾ ലോകത്ത് പ്രവർത്തിക്കുന്നു. അമേരിക്കയിലെ വലിയ ബാങ്കുകൾക്കൊക്കെ ഇസ്ലാമിക് ബ്രാഞ്ചുകളുണ്ട്. അമേരിക്കയിൽ, ന്യൂയോർക്കിൽ, വാഷിങ്ടണിൽ, ദുബായിലൊക്കെ അവർക്ക് ഇസ്ലാമിക് ബ്രാഞ്ചുകളുണ്ട്. കേരള ഗവൺമെൻറ് ഔദ്യോഗികമായി ഇസ്ലാമിക് ബാങ്കിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഡൽഹി സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിക്കാത്തത് കൊണ്ട് നിൽക്കുകയാണ്. ആ ബാങ്കിന് ഒരു മുസ്ലിം പണ്ഡിതനെ ഡയറക്ടറായി നിയമിക്കാൻ തീരുമാനിച്ചു ബോർഡ്. പക്ഷേ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെ അറിയുന്ന അതിലൊരു PG ഉള്ള ഒരു മുസ്ലിം പണ്ഡിതനെ കണ്ടെത്താത്തത് കൊണ്ട് ഗൾഫിൽ നിന്നൊരു പണ്ഡിതനെ കൊണ്ടുവന്ന് സ്ഥാനാരോഹണം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇസ്ലാമിക് എക്കണോമി അതൊരു പ്രബന്ധമായി എടുത്ത് അത് ഡോക്ടറേറ്റ് നേടാൻ നമുക്ക് സാധിക്കും. ഇസ്ലാമിക് എക്കണോമി എന്താണ്, അതിനെക്കുറിച്ച് അതൊരു വിഷയമാണ്. എല്ലാവരും കേരളത്തിലെ അറബി പാരമ്പര്യം, കേരളത്തിലെ മുസ്ലിം പാരമ്പര്യം, നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരുടെ വീരേതിഹാസം, ഇങ്ങനെയുള്ള പ്രബന്ധം എഴുതി ഡോക്ടറേറ്റ് എടുത്താൽ പോരാ. ഇസ്ലാമിക് എക്കണോമിയെക്കുറിച്ച്, ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച്, അതുപോലെ വെല്ലുവിളി നേരിടുന്ന മേഖലകളിൽ പുരോഗതി വരാൻ താല്പര്യമുള്ള മേഖലകളിലേക്ക് നമ്മുടെ റിസർച്ച് കയറി ചെല്ലണമെന്ന് ഈ സമയത്ത് വിനീതമായി അപേക്ഷിക്കുകയാണ്. ആ റിസർച്ച് നമ്മളെ ഫത്തുൽ മുഈൻ മതി റിസർച്ച് ചെയ്യാൻ. ഫത്തുൽ മുഈനിലെ കിതാബുൽ ബൈഉം കിതാബുൽ സക്കാത്തും അത് മതി. അതുപോലെ ഫിഖിന്റെ കിതാബുകൾ, തിജാറ മതി. നമുക്ക് നല്ല മനോഹരമായ റിസർച്ചുകൾ, ഒന്നല്ല 10 റിസർച്ചുകൾ ഒന്നിച്ച് ചെയ്യാൻ, 10 ആൾക്ക് വ്യത്യസ്ത വിഷയങ്ങളെടുത്ത് റിസർച്ച് ചെയ്യാൻ നമ്മുടെ ഫത്തുൽ മുഈനും നമ്മുടെ തുഹഫയും മാത്രം മതി. എമ്പാടും റെഫറൻസ് കിട്ടും. അങ്ങനെയുള്ള മേഖലകളിൽ റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് നേടാനും MPhil നേടാനും ഒക്കെ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ സാന്നിധ്യം നമുക്ക് വല്ലാത്ത ആവേശമായി. അത്തരം ആളുകൾ നമ്മെപ്പറ്റി എന്തോ ഒരു അബദ്ധധാരണ വെച്ച് മാറി നിൽക്കുകയാണ്. മഅദിന് വന്നപ്പോൾ അദ്ദേഹം കണ്ടു, ഈ തലീകെട്ടുകാര് അവര് വിചാരിച്ചതുപോലെയുള്ള സിഖുകാരെ കെട്ടല്ല ഈ കെട്ടിയിരിക്കുന്നത് എന്ന്. സിഖുകാരെ കെട്ടൊരു ആചാരക്കെട്ടാണ്. ഇത് ആചാരക്കെട്ടല്ല, ഇത് വിശ്വാസത്തിന്റെ കെട്ടാണെന്നും ഇത് പാണ്ഡിത്യത്തിന്റെ കെട്ടാണെന്നും ഇത് സാമൂഹിക ജ്ഞാനത്തിന്റെ കെട്ടാണെന്നും ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. സ്വാഭാവികമായും ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള തെറ്റിദ്ധരിച്ച് മാറി നിൽക്കേണ്ട സാഹചര്യത്തിൽ വളർന്നു കഴിഞ്ഞ പണ്ഡിതന്മാരെയും ബുദ്ധിജീവികളെയും ഒക്കെ തെറ്റിദ്ധാരണ നീക്കിയിട്ട് അതുപോലെ ഒരാവശ്യമുള്ള ഭാഷയായ ഇംഗ്ലീഷ് ലോകത്ത് സ്വാധീനം നേടി. സ്പാനിഷും അതുപോലെ മറ്റ് ഭാഷകളും, ജർമ്മൻ, ഇറ്റാലിയന് ഒക്കെ നമുക്ക് പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഇബ്രു, ഇറ്റാലിയനും അതുപോലെ സുറിയാനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മിഷണറിയൊക്കെ പിടിച്ചെടുത്ത് ഒറ്റ വാക്കിൽ നിർത്താൻ നമുക്ക് സാധിക്കും. മലയാളത്തിൽ കാണുന്ന ബൈബിളല്ല ഹിബ്രുവിലുള്ള ബൈബിള്, മലയാളത്തിലെ ബൈബിളിലുള്ള പ്രമേയങ്ങളല്ല ഹിബ്രുവിലും ലാറ്റിനിലും റോമനിലും ഒക്കെ ഉള്ള ബൈബിളിലുള്ളത്. വളരെ വ്യക്തമായ സത്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അവിടെ. മലയാളത്തിൽ ഓരോ 6 കൊല്ലം കൂടുമ്പോഴും എഡിറ്റ് ചെയ്തിട്ടാണ് ബൈബിൾ ഇറക്കുന്നത് പുതിയ സമൂഹത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി. അതുകൊണ്ട് മലയാളത്തിലോ തമിഴിലോ ഇന്ത്യയിലോ കാണുന്ന ബൈബിളിനപ്പുറം ഉള്ള ബൈബിൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പഠിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിക ദഅവത്ത് നടത്തിയാൽ ക്രിസ്ത്യാനിസം എന്ന വിഭാഗം ലോകത്തുണ്ടാകില്ല, പിടിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ദഅവാ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാവുകയും, ദഅവാ കോളേജിലെ വിദ്യാർത്ഥികളാണല്ലോ കൂടുതലും, അപ്പോൾ ദഅവാ പ്രവർത്തനങ്ങൾക്ക് മാനസികമായി തയ്യാറാവുകയും ശക്തമായ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യണമെന്ന്
ഈ സമയത്ത് അറിയിക്കുകയാണ്. ദവാ കോളേജിൽ നിന്ന് PG എടുത്ത് ഇനിയൊരു BEdും എടുത്ത് അല്ലെങ്കിൽ TTCക്ക് പോയി ഒരു 4ാം ക്ലാസ് സ്കൂൾ മാഷാകാമെന്ന് തീരുമാനിക്കുന്ന പലരുമുണ്ട്. അതുപോലെ ഗൾഫിൽ പോയി അഡ്നോക്ക് പോയി പെട്രോൾ ഫില്ല് ചെയ്ത് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നവരുമുണ്ട്. വളരെ വിനീതമായി പറയുന്നു, ഇങ്ങനെയുള്ള തരം താന്ന ജോലികളൊന്നും കിട്ടി ഡോളറുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടു ചെല്ലില്ല. നമുക്കൊരു 100 ആൾക്ക് ഹിദായത്ത് കൊടുത്താൽ, ഒരു 1000 ആൾ നമ്മൾ മുഖേന ഹിദായത്തിലായാൽ, നിസ്കാരം ശീലിച്ചാൽ, ഇസ്ലാം സ്വീകരിച്ചാൽ, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ്ദുന്യാ വമാ ഫീഹാ, ദുനിയാവും മുഴുവനും നിനക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലത് ഒരാളെ ഹിദായത്താണ്. ആ ഹിദായത്ത് ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ദഅവാ കോളേജുകൾ നമ്മുടെ പണ്ഡിതന്മാർ ആരംഭിച്ചത്. അതിലൂടെ പഠിച്ച് ബിരുദം നേടി അവസാനം ക്രോപ്പും ചെയ്ത് പിന്നെ ജീൻസും ധരിച്ച് സൂട്ടും ഏറ്റി അങ്ങനെ ഫ്ലൈറ്റ് യാത്ര നടത്തി ഞാൻ കുഞ്ഞാപ്പോയി ജീവിക്കാമെന്ന് വിചാരിക്കുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് പറയാ, പഠിച്ചോനെ ഈ വിചാരമൊക്കെ മാറ്റിത്തന്ന് ദഅവാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കാനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധാരക്ക് മുഖ്യ പങ്കാളിത്തം സമൂഹത്തിൽ ഉണ്ടാക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാകണേ. അതിനുവേണ്ടി പഠിക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാകണേ. നമ്മളെ സഹായിക്കുന്നവ നമ്മളെ ഉസ്താദുമാർ, നമുക്ക് ഫണ്ട് തരുന്ന ആളുകൾ, പാവപ്പെട്ട ഗൾഫിലും മറ്റൊക്കെ ഉള്ള ഒരുപാട് ആളുകളുടെ ഫണ്ടാണ് നമ്മളെ സ്ഥാപനങ്ങളുടെ വിജയം. അവർക്കൊക്കെ അല്ലാഹു തആല സൗഭാഗ്യവും ബറക്കത്തും ഏകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം. വിനീതനായ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ച് അവസാനം